ദൈവനാമത്തിന് മഹത്വം. വെൽക്കം ബാക്ക് ടു ടു എലോഹിനു ദ വേ ടു അവർ ലോഡ്. നമ്മുടെ ചാനലിന്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹദവമായ സ്വാഗതം. ചാനലിൽ ഞാൻ ഇതുവരെ 3 വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. 3 വീഡിയോസും പപ്പയുടെ ഹോം ഗോയിങ് സർവീസിനോടനുബന്ധിച്ചെടുത്താണ്. കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കാൻ തുടങ്ങി, എന്താണ് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാത്തത്, ചാനൽ കംപ്ലീറ്റ്ലി ഡെഡ് ആണല്ലോ എന്ന്. ശരിയാണ്, ചാനൽ കംപ്ലീറ്റ്ലി ഡെഡായി കിടക്കുകയാണ്. എപ്പോഴൊക്കെ ഞാൻ ഓക്കെ ആയ സമയത്ത് കുറച്ച് ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ലോങ് വീഡിയോസ് ഒന്നും ഇതുവരെയും അപ്ലോഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ പപ്പയുടെ മരണം എന്നെ ഒരുപാട് തളർത്തി. ഞാനൊരു ഇന്നർ ഹീലിംഗ് പ്രോസസ്സിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരുന്നതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ സാധിക്കാതിരുന്നത്. പലപ്പോഴും ഞാൻ വീഡിയോസ് ട്രൈ ചെയ്യാറുണ്ട്, പക്ഷേ അതെന്നെ ഇമോഷണലി ഒന്നും കൂടി ഡൗൺ ആക്കാറാണ് ചെയ്യാറ്. പക്ഷേ ദൈവകൃപയാൽ 10 മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഞാൻ ബാക്ക് ടു ലൈഫിലേക്ക് വന്നിരിക്കുകയാണ്. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഒരുപാട് നന്ദി. നിങ്ങളുടെ ക്ഷേമാന്വേഷണങ്ങൾക്കും സപ്പോർട്ടിനും താങ്ക് യു സോ മച്ച്. വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളോട് എക്സ്ക്യൂസ് കൂടെ ചോദിക്കുകയാണ്. ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുന്നതായിരിക്കും. എൻ്റെ പപ്പ ജീവനോട് ഇരിക്കുമ്പോൾ എപ്പോഴും ഞങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ലൈഫിൽ ആരുടെയെങ്കിലും സഹായത്തോടെ എന്തെങ്കിലും നേട്ടങ്ങളോ കാര്യങ്ങളോ ഉണ്ടായാൽ നമ്മൾ അവരെ നന്ദിയോടെ ഓർക്കണം, വന്ന വഴി മറക്കരുതെന്ന്. എൻ്റെ പപ്പയുടെ യാത്രയപ്പ് ശുശ്രൂഷ അത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നടക്കുവാൻ ഒരുപാട് പ്രിയപ്പെട്ടവരുടെ സപ്പോർട്ടും സ്നേഹവും കരുതലും ഒക്കെയുണ്ട്. അവരെ എല്ലാം നന്ദിയോടെ ഓർത്തുകൊണ്ട് ഇന്ന് എൻ്റെ പപ്പ നിങ്ങളോട് വിട ചൊല്ലുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, എന്താണ് പപ്പ വിട ചൊല്ലുക എന്ന് പറയുന്നതിൻ്റെ കാരണമെന്ന്. തൻ്റെ യാത്രയപ്പ് എങ്ങനെയായിരിക്കണം, തൻ്റെ മരണശേഷം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് എൻ്റെ പപ്പ ഞങ്ങൾക്ക് ജീവനോടിരിക്കുമ്പോൾ പറഞ്ഞു തരുമായിരുന്നു. പപ്പയുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും നടന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നതും എൻ്റെ പപ്പയ്ക്ക് വേണ്ടി. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് എൻ്റെ പപ്പയുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ട് പോകുന്ന ആ ഒരു സെക്കൻഡിൽ പപ്പയ്ക്ക് CPR കൊടുത്ത് ബിനിച്ചേട്ടൻ, പപ്പയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ പപ്പയുടെ സഹോദരങ്ങൾ, നമ്മുടെ വീടിൻ്റെ ഉൾവശവും ഔട്ട് സൈഡും വന്ന് എല്ലാവർക്കും ഇരിക്കുവാനും പോകുവാനും പപ്പയെ കാണുവാനും ഒക്കെയുള്ള രീതിയിൽ അറേഞ്ച് ചെയ്ത് നമ്മളെ ഹെൽപ്പ് ചെയ്തവർ, അതുപോലെ ആംബുലൻസ് സർവീസ്, മോർച്ചറി സർവീസ് തന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്ത അസിസി ഹോസ്പിറ്റലിൽ, പപ്പ യാത്രയാവുന്ന ദിവസം വാഹന സൗകര്യം ഒരുക്കിയ മലയത്ത് മാലിൽ ഫാമിലി, പന്തൽ, ലൈറ്റ്, മൈക്ക്, മൊബൈൽ മോർച്ചറി, ഈ സർവീസ് തന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്ത പ്രിയപ്പെട്ടവർ, ഇവരോടെല്ലാവരോടും പപ്പയുടെ പേരിലും കുടുംബത്തിൻ്റെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. പപ്പയെ കടത്തിയ പെട്ടി നമുക്ക് തന്നത് അമ്മയുടെ സഹോദരങ്ങളാണ്. എൻ്റെ അമ്മാവന്മാരോട് പപ്പയുടെ പേരിലും കുടുംബത്തിൻ്റെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ പപ്പ മരിച്ച ദിവസം വീട്ടിൽ വന്നവർക്കും ഫാമിലിക്കൊക്കെ വേണ്ടി ആഹാരം ഉണ്ടാക്കി നമ്മുടെ അയൽവക്കത്തുള്ള ഓമചേച്ചിയുടെ ഭവനത്തിലാണ്. ഓമചേച്ചി ആൻഡ് ഫാമിലി, ജസ് ചേച്ചി, മാത്തൻ ചേട്ടൻ, സബ്നീസ് ചേച്ചി, നമ്മുടെ ബന്ധുമിത്രാദികൾ എല്ലാവരോടും പപ്പയുടെ പേരിലും കുടുംബത്തിൻ്റെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ നമ്മുടെ വീട്ടിൽ വന്നവർക്കും ഭവനത്തിലുള്ളവർക്കും ഒക്കെ വേണ്ടി ആഹാരം ഉണ്ടാക്കിയത് എൻ്റെ പപ്പയുടെ ചേട്ടൻ്റെ ഭവനത്തിലാണ്. സണ്ണി പപ്പയുടെ വീട്ടിൽ സണ്ണി പപ്പ, ജാൻസുമ്മി, പ്രിൻസി, വിജയ് മാമൻ, അതുപോലെ നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു കുക്കാണ് ശ്യാംകുമാർ ചേട്ടൻ, ഇവരൊക്കെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരോടും പപ്പയുടെ പേരിലും കുടുംബത്തിൻ്റെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. എൻ്റെ പപ്പയുടെ യാത്രയപ്പ് ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ശുശ്രൂഷിക്കുകയും വചനപ്രഘോഷണം നടത്തിക്കുകയും ആദ്യം മുതൽ അവസാനം വരെ ലീഡ് ചെയ്യുകയും ചെയ്ത നമ്മുടെ ദ ബെന്തക്കോസ് ഫെലോഷിപ്പ് ഇൻ ഇന്ത്യ ദേവസ്വയുടെ ബഹുമാനായ പ്രസിഡന്റ് പാസ്റ്റർ MB ജോണ് ദേവദാസിനോട് പപ്പയുടെ പേരിലും കുടുംബത്തിൻ്റെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. പപ്പയുടെ യാത്രയപ്പ് ശുശ്രൂഷ ആദ്യം മുതൽ അവസാനം വരെ ലീഡ് ചെയ്ത് ആ ശുശ്രൂഷയെ കോർഡിനേറ്റ് ചെയ്ത് മാനേജ് ചെയ്ത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്ത നമ്മുടെ ദ ബെന്തക്കോസ് ഫെലോഷിപ്പ് ഇൻ ഇന്ത്യ ദേവസ്വയുടെ ബഹുമാനായ ജനറൽ സെക്രട്ടറി പാസ്റ്റർ ജിജോ ദേവദാസിനോട് പപ്പയുടെ പേരിലും കുടുംബത്തിൻ്റെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. പപ്പയുടെ യാത്രയപ്പ് ശുശ്രൂഷയിൽ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടി ആ ശുശ്രൂഷയെ മനോഹരമാക്കിയ കൊയർ ടീം അംഗങ്ങളോട് എല്ലാവരോടും പപ്പയുടെ പേരിലും കുടുംബത്തിൻ്റെ പേരിലുമുള്ള നന്ദിയെ അറിയിക്കുന്നു. പപ്പ യാത്രയാകുന്ന ദിവസം അനുശോചനം അറിയിച്ച ദേവദാസന്മാരോട്, അതുപോലെ ചർച്ചക്കാർ, ബന്ധുമിത്രാദികൾ, പഞ്ചായത്ത് പ്രസിഡന്റ്, മെമ്പർ, പാർട്ടിയുടെ ആൾക്കാർ, കുടുംബ യൂണിറ്റിൻ്റെ പ്രസിഡന്റ്, മെമ്പർമാർ എല്ലാവരോടും പപ്പയുടെ പേരിലും കുടുംബത്തിൻ്റെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. പപ്പ യാത്രയാകുന്നതിൻ്റെ തലേ ദിവസവും ഒരുപാട് ദേവദാസന്മാരും ചർച്ചക്കാരും ബന്ധുമിത്രാദികളും കൊളീഗ്സും ഒക്കെ കടന്നു വന്ന് പാർട്ടിയുടെ ആൾക്കാരൊക്കെ അനുശോചനം അറിയിക്കുകയും പപ്പയുമായിട്ടുള്ള ഓർമ്മകൾ ഷെയർ ചെയ്യുകയും വചനത്തിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരോടും പപ്പയുടെ പേരിലും കുടുംബത്തിൻ്റെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. എൻ്റെ ഹസ്ബൻഡിനെയും എന്നെയും എൻ്റെ സിസ്റ്ററിനെയും റിലേറ്റ് ചെയ്ത് കടന്നു വന്ന ഞങ്ങളുടെ ഫ്രണ്ട്സിനോട്, ബന്ധുമിത്രാദികളോട് എല്ലാവരോടും പപ്പയുടെ പേരിലും കുടുംബത്തിൻ്റെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു.
എൻ്റെ മക്കളുടെ സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പൽ, ടീച്ചേഴ്സൊക്കെ പപ്പയെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. സെൻറ് മേരീസ് കോൺവെൻറ്റ് സ്കൂളിലെ എല്ലാവരോടും പപ്പയുടെ പേരിലും കുടുംബത്തിൻ്റെ പേരിലുമുള്ള നന്ദിയെ അറിയിക്കുന്നു. എൻ്റെ ഫാമിലി, അച്ഛന്, ചേച്ചിയുടെ കുടുംബം, ചേട്ടൻ്റെ കുടുംബം, അതുപോലെ തന്നെ എൻ്റെ നാത്തൂമാർ, കവിയൂരുള്ള ഞങ്ങളുടെ അയൽവക്കക്കാരെല്ലാവരും പപ്പയെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട് ലിൻഡു ആൻഡ് ഫാമിലി എല്ലാവരോടും പപ്പയുടെ പേരിലും കുടുംബത്തിൻ്റെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച് ഈച്ച് ആൻഡ് എവ്രി വൺ. പപ്പയുടെ മരണവിവരം അറിഞ്ഞപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത പ്രിയപ്പെട്ടവരെ കൂടി ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. സുജി ചേച്ചി, വിമല ചേച്ചി, ഷീബ ചേച്ചി എൻ്റെ സഹപ്രവർത്തകരാണ്. അവർ ഓടി വരികയും എനിക്ക് ആഹാരമൊക്കെ ഉണ്ടായിക്കൊണ്ട് വന്നു. അതുപോലെ എൻ്റെ ലഗേജ് എല്ലാം പാക്ക് ചെയ്യാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തത് സുജി ചേച്ചിയാണ്. നാട്ടിലേക്ക് വണ്ടിക്കേരി എടുക്കാൻ പൈസ ഇല്ലാതെ ഭാരപ്പെട്ടപ്പോൾ വിമല ചേച്ചിയാണ് അതിനുള്ള എമൗണ്ട് എല്ലാം തന്ന് എന്നെ ഹെൽപ്പ് ചെയ്തത്. ചേച്ചിമാരെ ഒരുപാട് നന്ദി. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ ഏറ്റവും തകർന്നിരുന്ന അവസ്ഥയിലാണ് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തത്. എപ്പോഴും നിങ്ങൾ എൻ്റെ പ്രാർത്ഥനയിലുണ്ട്. അതുപോലെ നിഷ ചേച്ചി ഒരുപാട് ഫോൺ കോൾസ് അറ്റൻഡ് ചെയ്തും ഒരുപാട് കാര്യങ്ങളിൽ ചേച്ചി എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. ചേച്ചി ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ചേച്ചിയുടെ ഹസ്ബൻഡ് സൈച്ചാന് പപ്പയെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. സൈച്ച, താങ്ക് യു സോ മച്ച്, ഗോഡ് ബ്ലെസ് യു. അതുപോലെ UK-യിൽ നിന്ന് പാസ്റ്റർ രഞ്ജു ഫിലിപ്പ് ദേവദാസിനെ വിളിക്കുകയും പ്രാർത്ഥിച്ച് സഹായിക്കുകയും ചെയ്തു. ദേവദാസിൻ്റെ പ്രാർത്ഥന സഹായം എനിക്ക് ഭയങ്കര അനുഗ്രഹമായിരുന്നു. താങ്ക് യു രഞ്ജു പാസ്റ്റർ ആൻഡ് ഫാമിലി, ഗോഡ് ബ്ലെസ് യു. അതുപോലെ എൻ്റെ അപ്പാർട്ട്മെൻറ്റ്സിലെ ഫ്രണ്ട്സ് വിളിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്തു. എല്ലാവർക്കും ഒരുപാട് നന്ദി. ഗോഡ് ബ്ലെസ് യു ഓൾ. അഡോണൈ പ്രയർ ഗ്രൂപ്പ് ഇസ്രായേലിലെ മെമ്പേഴ്സ് വിളിക്കുകയും പ്രാർത്ഥിച്ച് സഹായിക്കുകയും ചെയ്തു. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പിന്നീട് എനിക്ക് നന്ദി പറയാനുള്ളത് എൻ്റെ ഫ്രണ്ട് മീഹാലാണ്. പപ്പയുടെ മരണവിവരം അറിഞ്ഞപ്പോൾ അവളാണ് ആദ്യം ഓടിയെത്തിയത്. ഒരുപാട് നേരം എൻ്റെ കൂടെ ഇരുന്ന് എന്നെ ഒത്തിരി സമാധാനിപ്പിച്ച്, അതുപോലെ യാത്രയിൽ ട്രെയിനിലും അതുപോലെ എയർപോർട്ടിൽ ചെന്ന ശേഷവും കഴിക്കാൻ സ്നാക്സ്, ഫുഡ്, അതുപോലെ വെള്ളമൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടാണ് ആൾ വന്നത്. എൻ്റെ മക്കൾക്ക് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് ഗിഫ്റ്റൊക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. മിഹാലിൻ്റെ ഫ്രണ്ട് ബെത്ഹേന് കുറേ ഡോക്യുമെൻറ്റ്സിൻ്റെ കോപ്പി എടുത്ത് തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല. മേ ബി മിഹാൽ, യു ആർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ എവറിത്തിങ്. ലവ് യു മോർ. താങ്ക് യു. പപ്പയുടെ യാത്രയപ്പ് ശുശ്രൂഷ അത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നടക്കാൻ ഹാർഡ് വർക്ക് ചെയ്ത പ്രിയപ്പെട്ടവരെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ആദ്യമായിട്ട് എൻ്റെ പപ്പയുടെ കൂട്ടുവേലക്കാരായ ദ പെന്തക്കോസ്റ്റ് ഫെലോഷിപ്പ് ഇൻ ഇന്ത്യ ദേവസഭയിലെ ദേവദാസന്മാർ പപ്പയുടെ ബോഡി പ്രാർത്ഥിച്ച് മോർച്ചറിയിൽ വെക്കുന്ന ആ നിമിഷം മുതൽ യാത്രയപ്പ് ശുശ്രൂഷ തീരുന്നത് വരെയും അതിന് ശേഷവും നമ്മളോട് വളരെ സപ്പോർട്ടായിട്ട് അവർ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു. പെന്തക്കോസ്റ്റ് ഫെലോഷിപ്പ് ഇൻ ഇന്ത്യ ദേവസഭയിലെ ദേവദാസന്മാരോടും ദേവദാസിമാരോടും ദൈവമക്കളോടും എൻ്റെ പപ്പയുടെ ഹൃദയം നിറഞ്ഞ സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. പിന്നീട് എനിക്ക് നന്ദി പറയാനുള്ളത് എൻ്റെ ഹസ്ബൻഡിനോടാണ്. അച്ഛൻ എൻ്റെ ലൈഫിലേക്ക് വന്നതിൽ പിന്നെ ഞങ്ങളുടെ ഫാമിലിയുടെ എൻ്റെ റൂട്ടീൻ തന്നെ മാറിപ്പോയി. കാരണം പപ്പ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു പിതാവായിരുന്നു. പക്ഷേ അച്ഛൻ വന്നതിൽ പിന്നെ പപ്പ ഒന്നുകൂടി ലൈഫ് എൻജോയ് ചെയ്യാനും ഒന്നുകൂടി റിലാക്സ് ആവുകയൊക്കെ ചെയ്തു. ഞങ്ങളൊന്നിച്ച് പുറത്ത് യാത്ര ചെയ്യുവാനും അതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പോകുവാനും ഒന്നിച്ച് ഫുഡ് കഴിക്കാൻ പോകാനൊക്കെ പപ്പ ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു. ഞങ്ങളെ എല്ലാവരെയും ഒന്നിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അച്ഛനായിരുന്നു. അച്ഛൻ, താങ്ക് യു സോ മച്ച്. പപ്പ രോഗിയായിരുന്നപ്പോഴും അതുപോലെ തന്നെ പപ്പ യാത്രയായ സമയത്തൊക്കെ അച്ഛൻ ദൈവകൃപയാൽ നാട്ടിലുണ്ടായിരുന്നു. അച്ഛൻ്റെ സഹായം ഭയങ്കര അനുഗ്രഹമായിരുന്നു. അതെങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. നന്ദി പറഞ്ഞ് തീർക്കേണ്ട കാര്യമല്ല അത്. എങ്കിൽ പോലും അച്ഛൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് പപ്പ മരിച്ച സമയത്ത്. കാരണം ഞാനൊരു 95% റിലാക്സ്ഡ് ആയിരുന്നു. നാട്ടിൽ ചെന്നപ്പോഴത്തേക്കും ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം അച്ഛൻ ഓടി നടന്ന് അതെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. താങ്ക് യു അച്ചാച്ച. പപ്പായുടെയും ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം അറിയിക്കുന്നു. ലവ് യു. ഞാനിങ്ങനെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒക്ടോബർ 7, 2024 അന്ന് മുതൽ നിങ്ങൾക്ക് ചാനൽ നോക്കിയാൽ അറിയാം, പപ്പയുടെ വീഡിയോ മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. അത് പപ്പയുടെ മരണശേഷം ആണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അത്രയും നാളും വീഡിയോ അപ്ലോഡ് ചെയ്യാതിരുന്നത് നാട്ടിൽ ചെല്ലുമ്പോൾ പപ്പയുമായിട്ട് ഒന്നിച്ച് വീഡിയോസൊക്കെ എടുത്ത് എൻ്റെ ചാനലിൽ കൂടി പപ്പയെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, പപ്പയുടെ ശുശ്രൂഷകളൊക്കെ പുറം ലോകത്തേക്ക് എത്തിക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. പപ്പയും സെൽഫായിട്ട് ശുശ്രൂഷ ചെയ്യണമെന്ന് ഒത്തിരി നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കണമെന്ന് എന്നോട് പറയുകയും ചെയ്തു. അതൊക്കെ നമുക്ക് നാട്ടിൽ വരുമ്പം അറേഞ്ച് ചെയ്യാം, നമുക്ക് ഒന്നിച്ച് പോയി വാങ്ങാമെന്നൊക്കെ പറഞ്ഞ് ഞാനും ഇങ്ങനെ പ്ലാൻ ചെയ്തൊക്കെ ഇരിക്കുമായിരുന്നു. പപ്പയുടെ വീഡിയോ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടിടണം എന്ന് ഞാൻ ആഗ്രഹിച്ച് അപ്ലോഡ് ചെയ്യണമെന്ന് ഒരുപാട് പ്ലാൻ ചെയ്ത്
ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് ദിവസങ്ങൾ ഇങ്ങനെ കൗണ്ട് ഡൗൺ ചെയ്തുകൊണ്ട് ഞാനിങ്ങനെ ഇരിക്കുമായിരുന്നു. പക്ഷേ എൻ്റെ പപ്പയുടെ വീഡിയോ തന്നെ ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തു. പക്ഷെ അതെൻ്റെ പപ്പയുടെ ലാസ്റ്റ് മൊമെൻ്റ് ആയിരുന്നു. പപ്പയുടെ യാത്രയപ്പ് ശുശ്രൂഷകളായിരുന്നു. പപ്പയുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതായിരുന്നു. പപ്പയെ ദൈവം ഒരുക്കിയാണ് കൊണ്ടുപോയത്. ജനറൽ കൺവെൻഷനിൽ 7 ദിവസം കൺവീനറായിട്ട് പ്രവർത്തിക്കുവാനും കൺവെൻഷൻ കൂടുവാനും അതുപോലെ തന്നെ ഞായറാഴ്ച ആരാധിച്ച് ബലപ്പെട്ട് കർത്തൃമേശ കൂടുവാനും തിങ്കളും ചൊവ്വയും 2 മരണ ശുശ്രൂഷകളിൽ പങ്കെടുത്ത് അവിടെ ദൈവമക്കളോട് അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ മരണത്തെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചും ആഴമായി വചനത്തിലൂടെ ഇടപെടുവാനും ശക്തമായി പ്രസംഗിക്കുവാനും എൻ്റെ പപ്പയെ ദൈവം കരങ്ങളെടുത്ത് ഉപയോഗിച്ചു. അതുപോലെ തന്നെ തൻ്റെ യാത്രയപ്പ് ശുശ്രൂഷ എങ്ങനെയായിരിക്കണം, തൻ്റെ ബോഡി എപ്പം വീട്ടിൽ നിന്ന് എടുക്കണമെന്ന് വരെ പപ്പ അന്ന് ആ ശുശ്രൂഷിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പപ്പയുടെ യാത്ര ദൈവം പപ്പയും അറിയിച്ചിട്ടുണ്ടായിരുന്നു. വചനം ഇങ്ങനെ പറയുന്നു, തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. അത് എൻ്റെ പപ്പയുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു യാത്രയപ്പ് കൊടുത്തയക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. അങ്ങനൊരു യാത്രയപ്പ് പപ്പയ്ക്ക് കിട്ടിയതും പപ്പയുടെ ലൈഫ് ഒന്നുകൊണ്ട് മാത്രമാണ്. ആൾ ജീവനോടിരുന്നപ്പോൾ ഒരുപാട് പേർക്ക് ഉപകാരിയായിരുന്നു. അയൽക്കാരോട്, ദേശക്കാരോട്, ചർച്ചക്കാരോട്, ബന്ധുമിത്രാദികളോട്, തൻ്റെ കൂട്ടുവേലക്കാരായ ദേവദാസന്മാരോട് എല്ലാവരോടും ഒരുപോലെ നിൽക്കുന്ന എല്ലാവരോടും കണ്ട നാൾ മുതൽ ഇത് താൻ മരിക്കുന്നത് വരെയും ഒരുപോലെ ഇടപെടുന്ന സഹകരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. സാധുവായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. താൻ ജീവിച്ചത് മുഴുവനും ക്രിസ്തുവിന് വേണ്ടിയാണ്. താൻ മരിച്ചത് ലാഭമെന്ന് പൂർണ്ണമായി ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം പപ്പയും അമ്മയും ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയ സമയം മുതൽ പപ്പ മരിക്കുന്നതിൻ്റെ തലേ ദിവസം വരെ ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുവാനും ദൈവവേലയിൽ കഠിനമായി പ്രയത്നിക്കുവാനും ദൈവമക്കളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ എൻ്റെ പപ്പയും അമ്മയും ദൈവം സഹായിച്ചിട്ടുണ്ട്. ദൈവകൃപയാൽ അവരെ ദൈവം ഏൽപ്പിച്ച എല്ലാ കർത്തവ്യവും എല്ലാ കടമയും പൂർത്തിയാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരുടെ യൗവനം മുഴുവനും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തിയവരാണ് എൻ്റെ പിതാവും മാതാവും. പപ്പയുടെ വേല ഇവിടെ അവസാനിച്ചു. വളരെ കഠിനാധ്വാനിയായിരുന്നു. അത് ഫാമിലിക്ക് വേണ്ടിയായാലും ദൈവവേലയിലായാലും കഠിനാധ്വാനം ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു. ഒരു സാധുവായിരുന്നു. ഒരുപാട് സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ അധികാരമോഹങ്ങളോ സാമ്പത്തികത്തോടുള്ള ആഗ്രഹമോ ഒന്നുമില്ലാത്ത ഒരു പാവം, ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനായിരുന്നു. എന്നാലും പപ്പ പോയതിൽ ഒത്തിരി വിഷമമുണ്ട്. പപ്പയുടെ യാത്രയപ്പ് ശുശ്രൂഷ അത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നടക്കുവാൻ ദൈവത്തിൻ്റെ കൃപയും കരുണയും ഒക്കെയുണ്ട്. ദൈവത്തിന് 1000 നന്ദി. ദൈവം തന്നു, ദൈവം എടുത്തു. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പപ്പയുടെ യാത്രയപ്പെല്ലാം നടന്നത് ദൈവകൃപയാലാണ്. ഞങ്ങൾ ഇന്നായിരിക്കുന്നതെല്ലാം ദൈവകൃപയാലാണ്. സർവ മാനവും മഹത്വവും പുകഴ്ചയും എൻ്റെ കർത്താവിന് അർപ്പിക്കുന്നു. ഇങ്ങനൊരു പപ്പയെ തന്നതിന് ഒരുപാട് നന്ദി. ഒരു സമാധാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജഡത്തിലെ കഷ്ടതകൾ ഒരുപാട് അനുഭവിക്കാതെ പപ്പ യാത്രയായി. ഇനി പപ്പയെന്ന് വിളിക്കുമ്പോൾ വിളി കേൾക്കുവാനോ അല്ലെങ്കിൽ കുഞ്ഞെ തന്നെ തിരിച്ചു വിളിക്കാൻ എനിക്ക് ആരും ഇല്ലെങ്കിലും സ്വർഗത്തിലെ ദൈവം ഞങ്ങളോടൊപ്പം ഉണ്ട്. താൻ ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടത്തിന് വേണ്ടി പപ്പ പരദീസയിൽ വെയിറ്റ് ചെയ്യുകയാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടി മേഘങ്ങളിൽ വരുമ്പോൾ എൻ്റെ പപ്പയും കാണാനുള്ള പ്രത്യാശയോടുകൂടി ഞങ്ങളും ഇങ്ങനെ ജീവിക്കുന്നു. നമ്മളെ ഈ ഭൂമിയിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് നമ്മളെ സകലത്തിനും പ്രാപ്തരാക്കിയത് നമ്മുടെ അപ്പനും അമ്മയുമാണ്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചു തീർക്കുന്ന ഓരോ സെക്കൻഡിനും നമ്മൾ ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് ഒരു കാര്യം ഓർക്കുക, നമുക്ക് ഈ ഭൂമിയിൽ തന്നിരിക്കുന്ന എല്ലാ കടമകളും നമ്മൾ ചെയ്തു തീർക്കണം. നമ്മളെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ഈ ഭൂമിയിൽ നമ്മൾ ദീർഘായുസ്സോടെ ഇരിക്കണമെങ്കിൽ അപ്പനെയും അമ്മയും ബഹുമാനിക്കണം. ബഹുമാനം എന്നതിൽ റെസ്പെക്റ്റ് മാത്രം കൊടുത്താൽ പോരാ. അവരുടെ രോഗങ്ങളിൽ, അവരുടെ ഭാരങ്ങളിൽ, അവരുടെ ദുഃഖങ്ങളിൽ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പം നിങ്ങൾ അവരുടെ ഒപ്പമുണ്ടായിരിക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഓർക്കുക, മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടെ നിങ്ങൾക്ക് സകലതും ലഭിക്കും. നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ എല്ലാം ദൈവം നിങ്ങൾക്ക് നൽകിത്തരും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി ദൈവമായിരിക്കണം.
സെക്കൻഡ് പ്രയോറിറ്റി നമ്മുടെ അപ്പനും അമ്മയും ആയിരിക്കണം. അവരെ സ്നേഹിക്കുക, ബഹുമാനിക്കുക, സന്തോഷത്തോടെ മുന്നോട്ട് പോവുക. എല്ലാവർക്കും ശുഭദിനം. അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ബൈ ബൈ ഫ്രം ദരഹ്തു എലോഹീനു.